നമസ്കാരം. കൊല്ലം ജില്ലയിലൂടെ കടന്നു പോകുന്ന സംസ്ഥാന അതിർത്തിയാണ് ഈ പ്രദേശം. ഈ പ്രദേശത്തെ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ പ്രവേശന കവാടത്ത് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്, കറുപ്പസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാന അതിർത്തിയാണെങ്കിലും സ്ഥലം തമിഴ്നാടാണ്. ഇതുകൂടാതെ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ക്ഷേത്രം നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയാണ്. പൊന്നമ്പലമേട്ടിൽ പൊന്നമ്പലവാസിന് കാവൽ കാക്കുന്ന സാക്ഷാൽ കറുപ്പസ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൃശ്ചികം 1-ാം തീയതി മുതൽ ഈ മാർഗത്തിലൂടെ വരുന്ന സ്വാമിമാർ നിർബന്ധമായും ഈ സന്നിധാനത്തെത്തി ഇവിടെ കറുപ്പസ്വാമിയെ വണങ്ങി ഇവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളിലൊക്കെ പങ്കുചേർന്ന ശേഷമാണ് ഇതിലൂടെയുള്ള യാത്ര, പൊന്നമ്പലമേട്ടിലേക്ക് തുടരുന്ന യാത്ര സാധാരണ ചെയ്യുന്ന പതിവ്. അതായത് തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളായ തൂത്തുക്കുടി ആവട്ടെ, തിരുനെൽവേലി ആവട്ടെ, തെങ്കാശി ആവട്ടെ എന്നീ ജില്ലകളിലുള്ള സ്വാമിമാർ വരുന്ന പ്രധാന മാർഗമാണ് ഈ കൊല്ലം ദേശീയപാത. നിരന്തരം തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് ധാരാളം ഈ ക്ഷേത്രത്തിൽ വരികയും ക്ഷേത്രത്തിൽ വന്ന് ആചാരാനുഷ്ഠാന കർമാദികളിൽ പങ്കുചേരുകയും വിശേഷ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് 99% തമിഴ്നാട്ടുകാർ തന്നെയാണ്. കൂടാതെ വൃശ്ചികം 1 മുതലുള്ള മണ്ഡല മകരവിളക്ക് കാലം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ ഉള്ള ഒരു കാലഘട്ടം കൂടിയാണ്. തമിഴ്നാടിൻ്റെ ബോർഡ് കാണാവോ, മധുര തെങ്കാശി എന്ന ബോർഡ് കാണാവോ? അതിനോട് ചേർന്ന് തന്നെ ഒരു മഞ്ഞ ബോർഡുണ്ട്, പഴയ ഒരു ബോർഡ്, സംസ്ഥാന സർക്കാർ അതിർത്തി പങ്കിടുന്ന ഒരു ബോർഡാണ് മഞ്ഞ ബോർഡ്, പഴയ ബോർഡാണ്. ആ ബോർഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രം തമിഴ്നാടിൻ്റെ കേരളത്തിനകത്തായിട്ട് വരുന്നു. ഒരു ശകലം തമിഴ്നാടുമായിട്ട് വരും, അങ്ങേയറ്റം. അതായത് ആ വൻവൃക്ഷം നിൽക്കുന്ന ആ ഭാഗമൊക്കെ തമിഴ്നാടായിട്ട് വരും. എന്തായാലും ശബരിമല സീസൺ ആയിക്കഴിഞ്ഞാൽ രാത്രിയെന്നോ പകലെന്നോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഇവിടെ സ്വാമിമാർ നിറഞ്ഞു നിൽക്കുന്ന ഭാഗമാണ് എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വാമിമാരുടെ ഒരു ഇടത്താവളവും കൂടിയാണ് ഈ നമ്മുടെ സംസ്ഥാന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ആര്യങ്കാവിൽ സ്ഥിതി ചെയ്യുന്ന കറുപ്പസ്വാമി ക്ഷേത്രം. എന്നാൽ ശബരിമല സീസൺ കഴിഞ്ഞുള്ള 10 മാസങ്ങളും ഈ പറയുന്ന തമിഴ്നാട് ഭക്തജനങ്ങൾ ഇവിടെ വരികയും അവരുടെ ഇത് കാണാമോ, ഇതൊക്കെ അടുപ്പ് കൂട്ടി പൊങ്കാല വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ വന്നിരുന്ന് കേട്ടോ, 1, 2, 4, 6, 8, 10 അടുപ്പ് കാണുന്നുണ്ട്. ഇവിടെ ഇരുന്നാണ് അവർ പൊങ്കാല വഴിപാടുകളും ആചാരങ്ങളും അവരുടേതായ ചില ചിട്ടവട്ടത്തോടു കൂടിയ ആചാരങ്ങളുണ്ടല്ലോ. അവർ ഈ അമ്പലം സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ എന്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ കുടുംബസമേതം വരിക, അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുമായിട്ട് ഒത്തൊരുമയോടെ വന്ന് ആ വിശ്വാസ ആചാരം അത് നടപ്പിലാക്കി, അല്ലെങ്കിൽ അവരുടെ വഴിപാടുകൾ നേർച്ചകൾ ഇവിടെ വന്ന് പൂർത്തിയാക്കി മടങ്ങുന്ന ഒരു ശൈലി ഭൂരിഭാഗവും തമിഴന്മാർ തന്നെയാണ് ചെയ്യുന്നത്. ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ ശബരിമല സീസൺ നട തുറക്കാനായിട്ട്. എന്നിരിക്കെ ഇക്കുറി എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കുകളോ മറ്റോ നടത്തപ്പെട്ടോ അല്ലെങ്കിൽ നടത്തേണ്ടി വന്നോ ചെയ്തു തന്നോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ചു. അങ്ങനെ അതിനൊക്കെ മെയിൻ്റനൻസ് വർക്കുകളൊന്നും തന്നെ ഇപ്പം നിലവിലില്ല. കഴിഞ്ഞ കൊല്ലം ചെയ്തു തന്നിരുന്നു ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ കൊല്ലം എല്ലാം ചെയ്തു തന്നിരുന്നു. അഥവാ ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ അവർ ചെയ്തു തരും. മെയിൻ്റനൻസ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ശബരിമല സീസൺ തുടങ്ങുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ ലൈറ്റ് വേണം, ഫ്രണ്ട് കംപ്ലീറ്റ് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കണം. കാരണം രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സ്വാമിമാർ ധാരാളം വന്നു പോകുന്ന ഒരു പ്രദേശമാണ്. വരിക മാത്രമല്ല, ക്ഷേത്രത്തിൽ കയറി അവർ ഈ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ അവരുടെ വിശ്വാസ ആചാരങ്ങളെല്ലാം ഇവിടെ സമർപ്പിച്ച് ഇവിടെ നിന്ന് വീണ്ടും ഇതൊരു ഇടത്താവളമായിട്ട് തന്നെ ശബരിമല സീസണിൽ നടന്നു വരുന്നത്, ആചാരപൂർവ്വം നടത്തി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫ്രണ്ട് പ്രദേശങ്ങളെല്ലാം വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുന്നത് എല്ലാ കൊല്ലവും പതിവുള്ളതാണ്. അത് മാത്രമേ ഈ വർഷം ചെയ്തു തരാനുള്ളൂ, ബാക്കിയൊന്നും ചെയ്തു തരാനില്ല. ബാക്കിയുള്ള മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ജീവനക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആര്യങ്കാവിൻ്റെ സമീപത്തുള്ള കോട്ടവാസൽ പ്രദേശത്തെ അതിർത്തി പ്രദേശത്തെ കറുപ്പസ്വാമി ക്ഷേത്ര തിരുനടയിൽ നിന്നും ദീപം FIS ചാനൽ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാവുകയാണ്. ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.